നമസ്കാരം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്നേഹവന്ദനം. എൻ്റെ ഫേസ്ബുക്കിൽ വളരെ കുറഞ്ഞ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വളരെ പ്രയത്നിച്ച് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തു. അതിൽ പല കണ്ടന്റുകളും മില്യൺ വ്യൂ പോയ കണ്ടന്റുകളുണ്ട്. പല കാര്യങ്ങളിലും ഇടപെട്ട് ആശയത്തെ കണ്ണിക്കുകയും പല നല്ല റീലുകളും ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ വർഷങ്ങളായി സോഷ്യൽ മീഡിയയിൽ എൻ്റെതായ വ്യക്തിത്വം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന വ്യക്തിയാണ്. ഫേക്കായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ തുറന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നോ അത് പറയാനും അതിങ്ങനെയാണെന്ന് ശരിയാണെന്ന് പറയാനും എനിക്ക് യാതൊരു മടിയുമില്ല. കാരണം എന്താണ്? കാരണം അത് ബൈബിൾ തന്നെയാണ്. ബൈബിളിനകത്ത് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബൈബിളിനകത്ത് ദാവീദിൻ്റെ തിന്മയുണ്ട്, നന്മയുണ്ട്. അബ്രഹാമിന് പറ്റിയ കാര്യങ്ങളുണ്ട്. അബ്രഹാം ചെയ്ത നല്ലതുണ്ട്, ചീത്തയുണ്ട്. ഇസഹാക്ക് ചെയ്ത കാര്യങ്ങൾ, യാക്കോബ് ചെയ്ത കാര്യങ്ങൾ, നന്മയും തിന്മയും ഒരു മനുഷ്യ ജീവിതത്തിൽ രേഖപ്പെടുത്തി പോകുന്ന പുസ്തകമാണ് ബൈബിൾ. അതുകൊണ്ട് അതേ രീതി തന്നെയാണ് എൻ്റെ ജീവിതത്തിലും. ദൈവത്തിന് വേണ്ടി സംസാരിക്കാൻ നിൽക്കുമ്പോൾ, ബൈബിളിന് വേണ്ടി സംസാരിക്കാൻ നിൽക്കുമ്പോൾ യാതൊരു കാര്യവും മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു മുഖം മൂടി പ്രയോഗം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു രീതി എനിക്ക് ആവശ്യമില്ല എന്ന് കരുതിയാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ പറയുമ്പോൾ ആ പറയുന്ന കാര്യം എടുത്തു വെച്ച് നീ ഇങ്ങനെ ഉള്ളവനല്ലേടാ എന്ന് പറയുന്ന ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട്. കാരണം അവരുടേതായ കാര്യസാധ്യത്തിനും വിജയത്തിനും വേണ്ടിയാണ് അവരെ സംസാരിക്കുന്നത്. കുഴപ്പമില്ല. എൻ്റെ പ്രൊഫൈലുള്ള എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. എൻ്റെ വീഡിയോകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നല്ലതായ കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്തതിനും ഞാൻ നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് ഏത് രീതിയിലും എന്നെ വിമർശിക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ കൊണ്ടുപോയി മറുപടി പറയാം. ഞാൻ പറയുന്നത് ശരിയല്ല എങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം എഴുതാം. പക്ഷേ അത് നിങ്ങളുടെ ഒറിജിനൽ ID വന്ന് കാര്യകാരണ സഹിതം എഴുതണം. ഈ ഷമീർ കൊല്ലം എന്ന് പറയുന്ന വ്യക്തിക്ക് നേരെ ഈ പുള്ളി പറഞ്ഞ തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വരെ തെറി എന്ന് പറയുന്ന സംഭവം ഒഴിഞ്ഞിട്ടില്ല. ഞാൻ അത് പലതും പുറത്ത് കൊണ്ടുവരാത്തതാണ്. എന്നാൽ ഫേക്ക് ID എന്ന് വന്ന് സ്ത്രീകളുടെ ഫോട്ടോ ഇട്ടും പൂവിൻ്റെയും കാറിൻ്റെയൊക്കെ ഫോട്ടോ ഇട്ട് വന്ന് അനാവശ്യപരമായ കാര്യങ്ങൾ എഴുതിയിട്ട് പോകുന്ന ഒരുപാടുണ്ട്. ഞാൻ അവർക്കൊന്നും മറുപടി കൊടുക്കാറില്ല. കാരണം എന്തറിയാമോ? അവരാരെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ സംസാരിച്ചാൽ തികച്ചും നിങ്ങളുടെ കമൻറ്റുകൾക്ക് കൃത്യമായ മറുപടി തരുന്നതാണ്. അപ്പോൾ വളരെ പ്രയാസപ്പെട്ടും വളരെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുമാണ് എൻ്റെ പ്രൊഫൈൽ ഇത്രയും ഉയർത്തിക്കൊണ്ടുവന്നത്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, നല്ല കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു. നമ്മുടെ പ്രൊഫൈല് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. എൻ്റെതായ രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ, എൻ്റെ കഴിവുകൾ, എനിക്ക് ദൈവം നൽകുന്ന താലന്തുകൾ, ഇതൊക്കെയും പുറത്തു കൊണ്ടുവരുവാൻ ഒരു വേദി മറ്റാരും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനുണ്ടാക്കിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ സത്യങ്ങൾ സംസാരിക്കുന്നു, യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ മുമ്പിൽ കൊണ്ടുവരുന്നു, അസത്യത്തിനെതിരെ സംസാരിക്കുന്നു, ഇന്ന കാര്യം ശരിയല്ല എന്ന് സംസാരിക്കുന്നു. മുഖം നോക്കാതെ, പ്രായം നോക്കാതെ, സീനിയോറിറ്റി നോക്കാതെ സത്യം ഇതാണ് എന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാണിക്കുന്ന കാരണം ഞാൻ ധൈര്യം കാണിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സഹോദരി സഹോദരന്മാരോട് പറയുന്നു, നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നല്ലതായ കാര്യങ്ങൾ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് നന്ദി. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോകളിൽ ലൈക്ക് ചെയ്യുകയും കമൻ്റ് എഴുതുകയും പ്രോത്സാഹിപ്പിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നതിന് നന്ദി അറിയിക്കുന്നു. നല്ല കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ട, നിങ്ങൾ കമൻറ്റും ചെയ്യേണ്ട. നല്ല കാര്യങ്ങളാണെങ്കിൽ നിങ്ങളിത് ചെയ്യുന്നവരാണ് എന്നെനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ വീഡിയോയുടെ പ്രധാന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രൊഫൈലിൽ എന്നെ ഫോളോ ചെയ്യുന്ന, എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന സഹോദരങ്ങളോട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഫേക്കായിട്ടുള്ള ഐഡികൾ വന്ന് മാക്സിമം എഴുതാതിരിക്കൂ. നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം, നിങ്ങൾക്ക് എതിരഭിപ്രായം പറയാം, പക്ഷേ അത് കാര്യകാരണ സഹിതം വളരെ വ്യക്തമായ ഖണ്ഡനമായിരിക്കണം, അതും സ്വന്തം ഐഡിയിലായിരിക്കണം. ഞാൻ പലരെയും പിടിച്ച് ബ്ലോക്ക് ചെയ്തു, തെറി വിളിക്കുന്നവരെ. തെറി എന്തിനാണ് വിളിക്കുന്നത്? ഞാൻ തെറി വിളിക്കാറില്ലല്ലോ. ഞാൻ കൃത്യമായിട്ടുള്ള രൂക്ഷമായ രീതിയിലുള്ള ഭാഷ ഉപയോഗിച്ച് ചില വിമർശനം നടത്താറല്ലേ ഉള്ളൂ. അപ്പോൾ എൻ്റെ സഹോദരന്മാർ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു.